ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു രാധിക വ്ളോഗ്സ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് എറണാകുളത്ത് പോവാണ്, നാളെ വണ്ടർല പോണ ഒരു വ്ളോഗാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഓഫീസിലാണുള്ളത്. ഒരു വയസ്സായ ഒരു അപ്പൂപ്പൻ ഇവിടെ ഉണ്ട്. അതാണ് കുറെ നേരം ഇങ്ങനെ കുറച്ചോണ്ടിരിക്കുന്നത്. അല്ല നിങ്ങൾ വിചാരിക്കുമ്പോൾ പട്ടിയൊന്നും ഇവിടെ ഇല്ല. ഞാനിപ്പോ ഉച്ചയ്ക്കാട്ടോ ഇവിടുന്ന് പോണത്. വൈകുന്നേരം എറണാകുളത്ത് എത്തി, രാത്രി എത്താന്. അപ്പൊ നാളെ ആണ് വണ്ടർല പോണത്. അപ്പം ആ ഒരു വ്ളോഗായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി പോകുമ്പോ കാണാം. ഞാനേ വണ്ടർലേ പോവാന്ന് പറഞ്ഞപ്പോ ഇങ്ങനത്തെ പാട്ടൊക്കെ ഇട്ടൊരു പട്ടി ഷോ കാണിക്കുന്നു നിതിൻ ചേട്ടൻ. പിന്നെ രാഹുൽ ഉണ്ട്, അവന് കുഴപ്പമൊന്നുമില്ല പോകുന്നതിന്. അർജുനുണ്ട്. ഞാൻ വണ്ടർലേ പോകുന്നതിന് ഇവരെ കൊണ്ടുപോകുന്നില്ല, അതിന്റെ ഒരു വിഷമം ഇവരെ മുഖത്തുണ്ട്. എന്നിട്ട് ഈ പാട്ടൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞാൻ KSRTCയിലാണ് കോഴിക്കോട് പോണത്. താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് കുറച്ച് ദൂരമുണ്ട്, ഒരു 1 hour യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ KSRTC കയറി, പിന്നെ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി എറണാകുളത്ത് പോവാണ്. ഞാനും എൻ്റെ അനിയനും കൂടിയായിരുന്നു കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി പോണത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് തിരൂരിൽ നിന്ന് കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 പേരും കൂടി എറണാകുളത്ത് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഫ്രണ്ട്സ് ആയിട്ടാണ് വണ്ടർലേ പോകുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല, മൊത്തം വോയിസ് ഓവർ ആക്കാന്ന് കരുതി. കാരണം കേൾക്കൂല്ല, മൈക്കൊന്നുമില്ലല്ലോ. നട്ടുച്ചയ്ക്ക് ഞാൻ എൻ്റെ അനിയനെ കാത്തിരിക്കുകയാണ് കുടയും ചൂടിയിട്ട്. ഞാനൊരു 10-15 മിനിറ്റ് നേരത്തെ എത്തി. എൻ്റെ അനിയന് വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. കുറച്ചൊരു 10 മിനിറ്റ് ഡിലേ ആയിരുന്നു കേട്ടോ ട്രെയിന്. റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ കാത്തിരിക്കുകയാണ്. കുറേ ദിവസം പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടർലേ പോകുന്നതും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഓരോ റൈഡിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അവസ്ഥ പറയാതിരിക്കണമായിരുന്നു നല്ലത്. മൊത്തം കിറങ്ങിപ്പോയി. തിരൂരിൽ നിന്ന് എൻ്റെ ഫ്രണ്ടും കയറി. പിന്നെ ഷൊർണൂർ എത്തിയപ്പോൾ ഞങ്ങൾ ഒരു ചായയും കോഫിയും വാങ്ങി. അവൾക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ ഒരു ബിസ്ക്കറ്റും വാങ്ങി ഹൈഡ് ആൻഡ് സീക്കിൻ്റെ. അവളും കുറച്ച് ചോക്ലേറ്റും കാരക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ അങ്ങനെ കഴിച്ച് ഒരു 8:30-8:45 ആയപ്പോഴത്തേന് ഞങ്ങൾ ആലുവയിലെത്തി. ആലുവയിൽ നിന്ന് നേരെ നമ്മളൊരു തട്ടുകടയിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര തലവേദനയായിട്ട് ഞാനൊരു കട്ടനും പിന്നെ നമ്മളെല്ലാവരും ചപ്പാത്തിയും ചിക്കനാണ് പറഞ്ഞത്. തട്ടുകടയിൽ അങ്ങനെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ചപ്പാത്തിയും ചിക്കനും കഴിച്ചത്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് നവാഫിന്റെ വീട്ടിലേക്കാണ്. നൈറ്റ് അവിടെയായിരുന്നു സ്റ്റേ. അപ്പൊ നവാഫ് നമ്മളെ വിളിക്കാനായിട്ട് വന്നു. ഇതാ നവാഫിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നവാഫ് വണ്ടിയൊക്കെ ആയിട്ട് എപ്പോഴും പുതിയ പുതിയ കാറാണ് നവാഫ്. അതെ, അംബാനി കഴിഞ്ഞാൽ നവാഫാണ് പൈസ. അന്ന് വന്നപ്പോ വേറെ കാറായിരുന്നു, ഇപ്പൊ വേറെ കാറ്. അതെ, ഇനിയിപ്പോ നാളെ ഇനി വണ്ടർലേ പോണ വേറെ കാറാവും. നവാഫിന്റെ മുഖം കാണിക്കട്ടെ. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള കാഴ്ചകളും അനുഭവങ്ങളും? നല്ല സുഖം. നവാഫിന്റെ വീട്ടിലെത്തിയ ശേഷം പിന്നെ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല, മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ റെഡിയായി വണ്ടർലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലത്തെ. അപ്പം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങളുടെ വേറെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് നവാഫ് പോയി. ഞങ്ങൾ നേരെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ച് എൻ്റെ അനിയനെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവൻ റെഡി ആവണേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങി, ഇവൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പം അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ദോശയും സാമ്പാറും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത നല്ല ദോശ തന്നെയായിരുന്നു, ലൈവായിട്ട് അവരുണ്ടാക്കി തരിക ചെയ്തത്. പിന്നെ അവിടെ നിന്നൊരു ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ നവാഫ് എത്തിയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടർലേക്ക് പോവാണ്. വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ എൻ്റെ ഒരു പ്രഹസനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വണ്ടർലേ പോകുന്നത്. അപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ വഴിയും കാര്യങ്ങളൊന്നും. അങ്ങനെ ഇതാ വണ്ടർലയിലെത്തി. നമ്മൾ പോയ ഡേറ്റിന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ഒരു റൈഡിന് മാത്രം 2 hour ലൈൻ നിൽക്കേണ്ടി വന്നു. പിന്നെ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. കൂടുതലും തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. എടി കാണിക്ക്. ഓൾ സെറ്റാണ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ റൈഡിൽ കയറാൻ പോവാണ്. എൻ്റെ ആവേശം കണ്ടാൽ തോന്നും അവിടെ പോയി മല മറിക്കുന്നത്. പക്ഷെ ഓരോ റൈഡ് കഴിഞ്ഞപ്പോഴും എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വൻ ദുരന്തം തന്നെയായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ തീരെ വയ്യാണ്ടായി. അങ്ങനെ ആദ്യം തന്നെ റീസോ എന്ന് പറഞ്ഞിട്ടുള്ള റൈഡിലാണ് കയറിയത്. ഇതല്ല റീസോ എന്ന് പറഞ്ഞ റൈഡ്, അത് വാട്ടർ റൈഡാണ്. അത് ഇതിൻ്റെ ഇടയിൽ ആ റൈഡും നിങ്ങളെ കാണിക്കും. ഞാൻ ഓർഡറിലല്ല ക്ലിപ്പ് ഇട്ടത്, പക്ഷെ എല്ലാം പോയ എല്ലാ റൈഡും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കൂടുതലും വാട്ടർ റൈഡാണ് ചെയ്തത്. വൈകുന്നേരമാണ് നോർമൽ മറ്റേ റൈഡിലും കൂടി കയറിയത്, കാരണം തിരക്ക് കുറവായിരുന്നു. ഇതൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പം കാണുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്. ചില റൈഡിലൊക്കെ ഈ ഇതിൽ കയറിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ ഒരു പ്രൗഡ്, കാരണം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു രീതിയിൽ പൊസിഷനിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാല് താഴെയും തല മുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴോ ഇതിൽ ഇങ്ങനെയൊക്കെയാണോ ഇതിൽ കയറിയപ്പോൾ ഉണ്ടായതെന്ന് ഇത് കാണുമ്പോഴാണ് മനസ്സിലാവണത്. ഈ ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ അത്ര സീനില്ലായിരുന്നു, കാരണം നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഇതില്ലായിരുന്നു. നമ്മൾ ടോപ്പിൽ പോയിട്ട് ആ വ്യൂ ഒക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാല് മുകളിലും തല താഴെ നിൽക്കുന്നത് ഈ റൈഡാണ്. 360 എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ 360 ഡിഗ്രിയിൽ നമ്മളെ കൊണ്ട് കറക്കും. ആദ്യം മെല്ലെ കറക്കും, പിന്നെ സ്പീഡിലൊക്കെ കറക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പഴയ പോലെ ഇനി നടക്കാൻ പറ്റുമെന്നൊക്കെ ഒരു പേടിയാണ് എനിക്ക് വന്നത്. ഈ ഒരു റൈഡ് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു, നമ്മളെ തലകുത്തി ഇടുന്നില്ല. ഇത് ടവർ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഇത് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് ഒരു ഒറ്റ ഇടലിടും. ഇത് എൻ്റെ അമ്മ, ഇത് ഞാൻ ഛർദ്ദിക്കാൻ വരെ വന്നു ഈ ഒരു റൈഡ്. കാരണം ഇതും മറ്റേ 360 പോലെ ഇതും നമ്മളിട്ട് കറക്കും, ചെരിച്ച് കറക്കും, നേരെ കറക്കും, പിന്നെ സ്പീഡാക്കും, പിന്നെ സ്പീഡ് കുറയും. സ്റ്റോപ്പ് ആവാൻ നേരത്തെ അത് സ്പീഡ് കുറഞ്ഞു വരും. ഇതും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ മൊത്തം എനിക്ക് പിന്നെ റൈഡും വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നായി. മറ്റേ വോമിറ്റിങ് ചെയ്യാനൊക്കെ വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ റീസോ എന്ന് പറഞ്ഞിട്ടുള്ള റൈഡ്. 2 മണിക്കൂർ ലൈനിൽ നിന്ന് ആദ്യം കയറിയ റൈഡാണ്. വെറും 15 സെക്കൻഡേ ഇത് ഉണ്ടായിരുന്നുള്ളൂ ഈ റൈഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയ ടൈമിൽ കൂടുതലും തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ കേരളത്തിൽ എക്സാം ആയിരുന്നു, ഓണം എക്സാം ആയതുകൊണ്ട് മലയാളികൾ കുറവായിരുന്നു. റെയിൻ ഡി ജെ എന്ന് പറഞ്ഞിട്ട് DJ പരിപാടിയും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ ക്ലിപ്പ് നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ഈ വാട്ടർ റൈഡിലൊക്കെ കയറി കഴിഞ്ഞാൽ അവർ തന്നെ ഫോട്ടോ എടുത്തിട്ട് നമുക്കൊരു സ്കാനിങ് ചെയ്യാനൊരു സംഭവം തരും. അത് നോക്കി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈഡിൽ കയറിയ ഫോട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് അവർ തരും, പൈസ കൊടുത്താൽ മതി. അതിൻ്റെ ഓപ്ഷനും ഉണ്ട് അവിടെ. അല്ലാതെ നമുക്ക് ഫോണിൽ വാട്ടർ റൈഡൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിക്കില്ല, അവരെടുത്ത് തരും. അപ്പം ഞങ്ങൾ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരം 6 മണിക്ക് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. 11 തൊട്ട് 6 മണി വരെയാണ് അതിൻ്റെ ടൈം. വണ്ടർല ക്ലോസ് ആവുന്നവരെ നമ്മളവിടെ നിന്നു. നോർമൽ ഡേയ്സിലാണേ, അല്ലാത്ത സാറ്റർഡേ സൺഡേ ഒക്കെ 7 മണി വരെ ഉണ്ട് വൈകുന്നേരം. അങ്ങനെ പാതിരാക്കോഴിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. നമ്മളെല്ലാവരും, എനിക്ക് പിന്നെ ഫുഡ് വേണ്ടാന്നായി, കാരണം മൊത്തം കിറങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് നേരെ പോയി കിടക്കുകയാണ് ചെയ്തത്. പിന്നെ രാവിലെ അടുത്ത ട്രിപ്പിന് വേണ്ടി പോകാൻ തുടങ്ങി. അത് അടുത്ത വ്ളോഗിലായിട്ട് പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.